യിരെമ്യാവ് 47 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഫറവോൻ ഗസയെ തോൽപ്പിച്ചതിനു മുമ്പ് ഫെലിസ്ത്യരെക്കുറിച്ച് യിരെമ്യാ പ്രവാചകന് യഹോവെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: വടക്കുനിന്ന് വെള്ളം പൊങ്ങി കവിഞ്ഞൊഴുകുന്ന നദിയാകും. അത് ദേശത്തിന്മേലും അതിലുള്ള സകലത്തിന്മേലും പട്ടണത്തിന്മേലും അതിൽ പാർക്കുന്നവരുടെ മേലും കവിഞ്ഞൊഴുകും. അപ്പോൾ മനുഷ്യർ നിലവിളിക്കും, ദേശനിവാസികളൊക്കെയും മുറയിടും. അവന്റെ ബലമുള്ള കുതിരകളുടെ കുളമ്പൊച്ചയും അവന്റെ രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും നിമിത്തം ധൈര്യം ക്ഷയിച്ചിട്ട് അപ്പന്മാർ മക്കളെ തിരിഞ്ഞു നോക്കുകയില്ല. ഫെലിസ്ത്യരെ ഒക്കെയും നശിപ്പിപ്പാനും സോരിലും സീദോനിലും ശേഷിച്ചിരിക്കുന്ന സകല സഹായകന്മാരെയും ഛേദിച്ചു കളവാനും ഉള്ള ദിവസം വരുന്നതുകൊണ്ട് തന്നെ കഫ്തോർ കടൽപ്പുറത്തു ശേഷിപ്പുള്ള ഫെലിസ്ത്യരെ യഹോവ നശിപ്പിക്കും. ഗസയ്ക്കു കഷണ്ടി വന്നിരിക്കുന്നു. അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞുപോയി. എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും? അയ്യോ യഹോവയുടെ വാളേ, നീ എത്രത്തോളം വിശ്രമിക്കാതെയിരിക്കും? നിന്റെ ഉറയിൽ കടക്ക, വിശ്രമിച്ചു അടങ്ങിയിരിക്ക. അസ്കലോനും സമുദ്രതീരത്തിനും വിരോധമായി യഹോവ കൽപ്പന കൊടുത്തിരിക്കെ അടങ്ങിയിരിപ്പാൻ അതിന് എങ്ങനെ കഴിയും? അവിടേക്കു അവൻ അതിനെ നിയോഗിച്ചുവല്ലോ.